അല്ലാവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും യത്തീമുകൾ. ആര്? യത്തീമുകൾ. ഈശ്വരാനുഗ്രഹം ഉണ്ടാവണം, അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാവണം. യത്തീമിൻ കണ്ണുനീർ തുടയ്ക്കുവാനെന്നെന്നും എത്തുന്നോനല്ലയോ ദൈവദൂതൻ. അല്ലേ? ഒരു മെസ്സേജ് ഞാൻ ഇന്നലെ കാണാനിടയായി. തണൽ തരുന്നതെല്ലാം മരങ്ങൾ മാത്രമല്ല, ചിലർ മനുഷ്യരാണ്. വളരെ അർത്ഥമാണല്ലോ, അർത്ഥവത്തായ വാക്കുകളാണ് അതല്ലേ. ഞാനിപ്പോൾ ഈ പാടിയ പാട്ടുകളും സഹജീവികളെ ചേർത്ത് നിർത്തണം. അവർ തന്നെയാണ് ശരിക്കും ഈശ്വര തുല്യൻ എന്ന് പറയും. ചിലർ പറയാറില്ലേ ദൈവദൂതനായി വരുന്നു എന്നൊക്കെ. നമ്മൾ കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്നും എങ്ങനെ നമ്മൾക്ക് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ കഴിയും? ഒന്ന് ശ്രമിച്ചു നോക്കുക. നമ്മൾ ചാരിറ്റിയെ വിമർശിക്കുന്ന ചില ആൾക്കാരുണ്ട്. ചാരിറ്റി മോശമാണെന്ന് കരുതുന്നവരുണ്ട്. പക്ഷേ ചാരിറ്റി എന്ന് പറയുന്നത് സൗന്ദര്യമുള്ള ഒരു സംഗതിയാണ്. സ്വന്തം പൈസ കൊണ്ട് ചാരിറ്റി ചെയ്യണം. ചാരിറ്റി എന്നൊരു പൊതുവാക്കായതുകൊണ്ടാണ് ഈ ചാരിറ്റി എന്ന് പറയുന്നത്. നമ്മൾ സഹജീവികളെ സഹായിക്കണം. നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് സഹായിച്ചാൽ മതി. അല്ലാതെ പണക്കാർ കാണിക്കുന്നത് പോലെ, അവരനുകരിക്കുന്നത് പോലെ നമ്മളെ കൊണ്ട് കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല. വെറും തുച്ഛമായ ശമ്പളക്കാരന് പോലും നമുക്ക് സഹജീവികളെ സഹായിക്കാൻ കഴിയും. പണം ഉണ്ടായതിനു ശേഷം മാത്രമാണ് ചെയ്യാൻ കഴിയുക. അല്ലെങ്കിൽ പണം ഉള്ളത് കൊണ്ടാണ് അയാൾ ചെയ്യുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിഞ്ഞു മാറാതെ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് വെറും തുച്ഛമായ പൈസ, ഞാൻ പറഞ്ഞായിരുന്നു ഒമാനിലെ 100 റിയാൽ ശമ്പളക്കാരൻ ഒരു 100 പൈസ സഹജീവികൾ കൊണ്ട് മാറ്റിവെക്കുമെങ്കിൽ നിങ്ങളും ധനികരുടെ കൂട്ടത്തിൽ ഉൾപ്പെടും. കാരണം നമ്മുടെ പാവങ്ങളെ സഹായിക്കുന്നതിൻ്റെ പുണ്യം വളരെ വലുതാണ്. പണമുണ്ടായി കോടികൾ ഉണ്ടാക്കിയതിന് ശേഷം അവർ കൊടുക്കുന്നതിനെക്കാട്ടി പുണ്യമുണ്ടാവും നിങ്ങളുടെ 100 റിയാലിൽ 100 പൈസ ചെയ്യുക. അർഹതപ്പെട്ടവരെ കണ്ടെത്തി സഹായിക്കുക.